നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒളിമ്പിക്സിലെ പുരുഷ വിഭാഗത്തിലെ ഫുട്ബോൾ മത്സരങ്ങൾ ഇന്നലെ മുതൽ ആരംഭിച്ചല്ലോ. ഏഷ്യൻ ടീമുകൾ പൊളിച്ചടുക്കിയ ദിവസമാണ് ഇന്നലെ കടന്നുപോയിരിക്കുന്നത്. പരാഗ്വയെ, ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരാണ് പരാഗ്വെ. ലാറ്റിൻ അമേരിക്കയിലെ ഒളിമ്പിക് ക്വാളിഫയറിൽ 1-ാം സ്ഥാനവും കൊണ്ടുവന്ന ടീം. അർജന്റീനയ്ക്ക് അവിടെ 2-ാം സ്ഥാനമായിരുന്നു. ആ ടീമിനെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് തകർത്ത് തരിപ്പണമാക്കി ജപ്പാൻ. യുക്രൈനെ 2-1 ഇറാഖ് തോൽപ്പിച്ചു. ഉസ്ബെക്കിസ്ഥാൻ സ്പെയിനോട് പൊരുതി, പക്ഷെ 2-1 തോറ്റു. ഏതായാലും ജപ്പാന്റെ മത്സരം 5-0 വിജയം. പരാഗ്വയുടെ താരം വിയേരയ്ക്ക് 25-ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടിയത് അവർക്ക് തിരിച്ചടിയായിരുന്നു. ജപ്പാന് വേണ്ടി മീറ്റോ അതുപോലെ ഫിജിയോ എന്നിവർ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ യമമോട്ടോ ഒരു ഗോളും കണ്ടെത്തുകയുണ്ടായി. മത്സരത്തിന്റെ 18-ാമത്തെ മിനിറ്റിൽ തന്നെ മീറ്റോയിലൂടെ ജപ്പാൻ ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിലും മുന്നിലായിരുന്നു. 2-ാം പകുതിയിൽ 63-ാമത്തെ മിനിറ്റിൽ മീറ്റോ തൻ്റെ ഗോൾ സമ്പാദ്യം 2-ആക്കി മാറ്റി. 69-ാമത്തെ മിനിറ്റിൽ യമമാറ്റോ കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ ലീഡോടെ സൗത്ത് അമേരിക്കൻ വമ്പന്മാരെ പൊട്ടിക്കും എന്നുള്ളത് ജപ്പാൻ ഉറപ്പാക്കിയത്. പിന്നീടാണ് ഫിജിയോയുടെ ഇരട്ട ഗോളുകൾ. 81-ാമത്തെയും 87-ാമത്തെ മിനിറ്റിലും അദ്ദേഹം ഗോളുകൾ അടിച്ചപ്പോൾ ഗ്രൂപ്പ് ഡിയിൽ ജപ്പാൻ തകർപ്പൻ തുടക്കമിട്ടിരിക്കുകയാണ്. അതേസമയം ഗ്രൂപ്പ് ബിയിലാണ് ഇറാഖ് ഉള്ളത്. അർജന്റീനയുടെ ഗ്രൂപ്പാണ്. അടുത്ത കളി അർജന്റീനയ്ക്കെതിരെയുമാണ്. ഇറാഖ് 2-1 യുക്രൈനെ തോൽപ്പിച്ചിരിക്കുന്നു. ഇറാഖിന് വേണ്ടി ഐമൻ ഹുസൈൻ പെനാൽറ്റിയിലൂടെ ആദ്യ ഗോൾ കണ്ടെത്തിയപ്പോൾ അലി ജാസിം അവരുടെ 2-ാമത്തെ ഗോൾ കണ്ടെത്തി വിജയം ഉറപ്പാക്കിയിരുന്നു. ആദ്യമൊന്ന് പുറകിൽ പോയിട്ടാണ് ഇറാഖിന്റെ തിരിച്ചുവരവ്. റുബ്ചിൻസ്കിയിലൂടെ 53-ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചുകൊണ്ട് യുക്രൈൻ മുന്നിലെത്തിയിരുന്നു. പക്ഷേ തകർപ്പൻ തിരിച്ചുവരവ് തന്നെ നടത്തി ഇറാഖ്. ഉസ്ബെക്ക് 2-1 സ്പെയിനോട് തോറ്റെങ്കിലും ഏഷ്യൻ ടീമുകൾക്ക് പൊതുവെ മികച്ചൊരു ദിവസമാണ് ഫുട്ബോളിൽ ഇന്നലെ ഒളിമ്പിക്സിൽ കടന്നുപോയിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.